നടത്തുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഡോക്ടർ മോഹനപിള്ള, ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് രാജ്യത്ത് ഈ മാസം 7-ന് മോക്ക് ഡ്രിൽ നടത്തുവാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അതിൽ ഈ ഒഴിപ്പിക്കൽ നടപടികൾ പോലെയുള്ളവ പോലും പരിശീലിപ്പിക്കും, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് ഈ സൂചന കൊണ്ട് അർത്ഥമാക്കേണ്ടത്? Because നമുക്കറിയാമല്ലോ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ പാകിസ്ഥാൻ, ടെററിസ്ഥാൻ ബേസിക്കലി, അത് എങ്ങനെയാണോ നമ്മൾ അവരെ കാണുന്നത് അതിലും കൂടുതലായിട്ട് അവർ നമ്മളെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതാണല്ലോ അവരൊരു അഗ്രഷന് വേണ്ടി മുതിരാത്തത്. ആ ഒരു ബേസിക് ആയിട്ട്, അതായത് എല്ലാവരും സിവിൽ അഡ്മിനിസ്ട്രേഷനെ ബേസിക്കലി ട്രെയിനിങ് കൊടുത്ത് നമുക്ക് ഏറ്റവും ഇൻ വേഴ്സ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ. അത് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ടെററിസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐ തിങ്ക് മേജർ രവി പറഞ്ഞതിനോട് ഞാൻ കൂടുതൽ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു. ബിക്കോസ് ഒരു പോയിന്റ്, ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ എഗ്രി വിത്ത് മീ ഓർ നോട്ട്, അതായത് ഗവൺമെന്റ് പറഞ്ഞത് അവരെ ജീവനോടെ പിടിക്കണം എന്നുള്ളതാണ്. ആ പോയിന്റിൽ എനിക്കൊരു സ്ലൈറ്റ് ഡിസഗ്രിമെന്റ് ഉണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പ് സാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവനോടെ ഒരു ടെററിസ്റ്റിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടെററിസ്റ്റ് ഒരിക്കലും അവന്റെ കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അനുസരിച്ചിട്ട് അവൻ ഒരിക്കലും പറയില്ല ഞാൻ ടെററിസ്ഥാനിലുള്ളതാണ് അല്ല അഫ്ഗാനിസ്ഥാനിലുള്ളതാണെന്ന്. അവന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് അവൻ പറയുന്നത് അവൻ ശ്രീനഗറിലല്ലേ ശ്രീനഗറുകാരനാണെന്ന് മാത്രമേ പറയുള്ളൂ. കാര്യം ഒരിക്കലും ആ രീതിയിലോട്ട് വരില്ല. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഇപ്പൊ 4 പേരല്ലേ 2 പേര് പോയി എന്നുള്ള ഇറ്റ്സ് നോട്ട് ദ മിസ്റ്റേക്ക് ഓഫ് ദി ആംഡ് ഫോഴ്സസ്. ആൻഡ് മോർ ദാൻ ദാറ്റ്, രണ്ടാമത് നമ്മുടെ ബേസിക് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിന്റെ വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ വാർ. അപ്പം എവറി കമാൻഡിംഗ് ഓഫീസേഴ്സ് ഇസ് വെരി ബിസി വിത്ത് ദ ബേസിക് എയിം. അപ്പോൾ ഈ CT ഓപ്പറേഷന് ഇമ്പോർട്ടൻസ് അത്രയും കൊടുത്തില്ല. മോർ ദാൻ ദാറ്റ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവര് ബോർഡർ ക്രോസ് ചെയ്തിട്ട് പോകും അല്ലെ പോയിരിക്കുന്നത്. കാര്യം ഈ ഒരു ലാസ്റ്റ് 1 വീക്കില് ബോർഡറിൽ എത്രയും സർവൈലൻസ് ഉണ്ടോ അതുപോലൊരു സർവൈലൻസ് നോർമൽ ടൈമിൽ ഇല്ല. അപ്പൊ ഇത്രയും സർവൈലൻസ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഈ ഒരു പോയിന്റാണ് ഞാൻ ഡേ 1 മുതൽ പറയുന്നത്. ആദ്യം മുതൽ തന്നെ വാട്ട് എവർ മേജർ രവി സെഡ് വികാരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ലോക്കൽ സപ്പോർട്ട് 100% വി കനോട്ട് തിങ്ക് അബൌട്ട് ദ കാശ്മീരീസ്. ഒരിക്കലും നമുക്കത് പറ്റില്ല. കാര്യം നമ്മൾ കാശ്മീരി ഹൌസസ് നമ്മൾ ബസ്റ്റ് ചെയ്തപ്പോൾ പോലും അത് അവരുടെ വീടുകളിൽ പോലും ഈ ആംസ് ആൻഡ് ആമിനേഷൻ കണ്ടെന്നാ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളോട് ഈ ഒരു ഇത്രയും കോപ്പറേഷൻസ് വരുന്നത്? അവരെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലോക്കൽ സപ്പോർട്ട് അല്ല. അവർ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും അവർക്ക് സർവൈവ് ചെയ്യാനും പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ ബേസിക്. അത് NIA-യുടെ അന്വേഷണത്തിൽ ആദ്യം കണ്ടെത്തിയിരിക്കുന്ന അതാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഡോക്ടർ മോഹനപിള്ള, അല്ലേ? അത് NIA-യുടെ ഒരു സ്ഥിരീകരണം വന്നില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ഇൻസൈഡ് വാർത്തകൾ ഉണ്ടായിരുന്നു. യെസ്, തീർച്ചയായിട്ടും അതാണെന്നുള്ളത് വി നോ. ഒരു നമ്മളെല്ലാം അവിടെ ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കും. ഐ തിങ്ക് കേണൽ ഡെന്നി, മേജർ രവി, എവരിബഡി നോസ് ദിസ് ഈസ് ദ ഫാക്ട്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ശ്രീനഗറിലുള്ളവരുടെ. അവര് പിന്നെ ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു, ടൂറിസം ഡെവലപ്പ് ആവുന്നു. അപ്പം കൂട്ടത്തിൽ അവർക്ക് പൈസ കിട്ടുന്നു, അവരുടെ ഇക്കോണമി ഡെവലപ്പ് ആവുന്നു. സോ ദാറ്റ് ടു കവറപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ആക്ഷനാണ് അവർ കാണിച്ചത്. സ്വാഭാവികമാണ്. അവർ ഇന്നുവരെ അവരെ ഈ ടൂറിസ്റ്റ് മേലുള്ള ഒരു അറ്റാക്ക് വന്നപ്പോൾ അവർ കൂടി ഒരു നാണക്കേടായി. ആ രീതിയിലോട്ടാണ് ആ കാര്യങ്ങൾ വന്നത്. ഇനിയും നമ്മൾ ഇതിന്റെ ഫർദർ ആക്ഷൻ നോക്കണം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ അസംബ്ലി ടെററിസ്ഥാനിൽ പ്രമേയം പാസാക്കി. ഇനി എന്താണ്? പ്രസിഡന്റിന്റെ അപ്രൂവൽ മതി, വിച്ച് മീൻസ് ദേ ആർ ഓൾറെഡി ഡിക്ലെയർഡ് വാർ. സിമിലർലി വിത്തിൻ മേ ബി കപ്പിൾ ഓഫ് ഡേയ്സ്, അതൊരു ആക്ഷൻ ആയിട്ടില്ല, അവർ President Draupadi Murmu will maybe declare, then only we can go for the action. I mean, we have to declare a war. That means a conventional war. More than that, നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു അതിനെ മാത്രം ന്യൂട്രലൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു കാരണവശാൽ അതൊരു ഒരു വാറായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈവൻ ഇഫ് ദ കാർഗിൽ ഓൾസോ വി ഡിഡ്ന്റ് ഗോട്ട് ഇനിഷ്യൽ ദ പ്രസിഡന്റ്സ് അപ്രൂവൽ ടു ഡിക്ലെയർ എ വാർ. We have not declared a full-fledged war with the terroristan at that time, even Kargil also. കാർഗിലിൽ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് വാർ ഒരിക്കലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ ബങ്കറെ ഒഴിപ്പിച്ച് അവരെ അവിടുന്ന് റൂട്ട് ഔട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എല്ലാ രീതിയിലും വന്നിരിക്കുന്നത് കൊണ്ട് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്കൊന്നും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. കാര്യം ദ മാക്സിമം അവരുടെ സ്ട്രാറ്റജി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2020 മാതിരി അതായത് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, ഒരു സപ്പോസ് ഒരു അഗ്രഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ ഷോർട്ട് സ്പാൻ 2-3 ഡേയ്സ്, ഒരു ദിവസം 2 ദിവസം അല്ലെ 3 ദിവസം അല്ലെ 4 ദിവസം കൊണ്ട് മാക്സിമം കാഷ്വാലിറ്റി ഇൻഫ്ലിക്ട് ചെയ്യുക. ഇൻഫ്ലിക്ട് ചെയ്തിട്ട് അപ്പം അതിന്റെ 10 ഇരട്ടി നമ്മൾ അവിടെയും കൊടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി അവർ ദേ ആർ തിങ്കിങ് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. വേൾഡ് കൺട്രീസിൽ അല്ലെ വേൾഡ് കമ്മ്യൂണിറ്റിയിൽ അപ്പീൽ ചെയ്തിട്ട് ഇതൊരു സീസ് ഫയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് മാറും എന്നുള്ള രീതിയിലാണ്. ഇവിടെയാണ് അവർക്ക് കണക്ക് പിഴയ്ക്കുന്നത്. കാര്യം എല്ലായ്പ്പോഴും ചെയ്യുന്നത് മാതിരി ദ പ്രസന്റ് ഗവൺമെന്റ് ഈസ് നോട്ട് ഗോയിങ് ടു അബൈഡ് ബൈ ദ കണ്ടീഷൻസ്. അതൊരിക്കലും നടക്കില്ല. നമ്മൾ ഇനിയും നമ്മുടെ ടേംസ് വെച്ചിട്ട് അത് ഫുൾഫില്ല് ചെയ്ത് എന്താണോ രാഷ്ട്രഹിതം അത് മാത്രം നോക്കിയുള്ള ഒരു ഡിക്ലറേഷൻ ആയിരിക്കും. പക്ഷെ ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് രണ്ട് സൈഡിലും ഉണ്ടാവും. നമുക്കൊരിക്കലും എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലോസ് ആവും. വി ആർ ട്രൈങ് ടു ലൂസ് ബെയർ മിനിമം കാഷ്വാലിറ്റി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഐ എം ജസ്റ്റ് അഫ്രൈഡ് ബിക്കോസ് വട്ട് എവർ മേജർ രവി ഈവൻ യെസ്റ്റർഡേ ഐ ഹേർഡ് യുവർ ദിസ് തിങ് ഹി സെഡ് വെരി കറക്ട്ലി ദാറ്റ് മീൻസ് പൂഞ്ച് സെക്ടർ. ഈവൻ പൂഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് KG, കൃഷ്ണഘാട്ടി, മേണ്ടർ മിനി പാകിസ്ഥാൻ എന്നാ പറയുന്നത്, മിനി ടെററിസ്ഥാൻ. മേണ്ടർ കഴിഞ്ഞിങ്ങോട്ട് വരുന്നു രജൌരി കഴിഞ്ഞാലോ, രജൌരി കഴിഞ്ഞ് സുന്ദർബനി കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ അക്നൂർ. സാർ ദർ ദ പ്രോബ്ലം അക്നൂർ ദേ ആർ ഹാവിംഗ് ദ ഹയർ സൈഡ്. They are always having the higher side. They are on the upper side. We are having that bridge. You know that the Aknur chicken neck, and there we have to be more and more vigilant and more careful because from there, if they start doing something, the maximum Hindu population across Jammu. That is the main thing which I am worried. That is one thing, and rest moves towards. That means the Sialkot side and the Araspura sector. That side, they are interested because why they are interested? They are more and more interested to give heavy casualty to Hindu community. They are not going to straight attack to Kashmir. But what will be our aim? We will be the role model to the world community. We will be hunting for the terrorist. Our aim may be, we may go to Lahore, the headquarters of Lashkar-e-Toiba. But their way of action may be different. This is what I am presuming because ഇനിഷ്യലി അവർ നല്ല രീതിയിൽ വരികയും നമുക്ക് ഹെവി കാഷ്വാലിറ്റി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ബിക്കോസ് അവർ നമ്മുടെ മുന്നിൽ അവർ ഒന്നുമല്ല. ഇപ്പം എന്താ പറയുന്നത്, മിസൈൽ 200 മീറ്റർ 500 കിലോമീറ്റേഴ്സ് അതൊക്കെ പറയുന്നുണ്ട്. ഞാൻ അത് വീണ്ടും പറയുന്നു, റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ബീറ്റ് എനി ഗവൺമെന്റ്, അവരുടെ നിലപാടാണ് ഇന്ത്യക്ക് എന്നും സഹായമായിട്ടുള്ളത്. ആ ടൈമിലും ഇപ്പോഴും ഓപ്പണായിട്ട് വന്നിട്ടുള്ള ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഡിപ്ലോമാറ്റിക്കലി ദേ മേ സൈഡ് ബൈ സൈഡ്. അതിന്റെ റീസൺ ഉണ്ട്. ബിക്കോസ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന് ഈ കേപ്പബിലിറ്റി വരണമെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിയിട്ടുള്ളത് അവരുടെ റോള്, റഷ്യൻ റോൾ ടു മേക്ക് ദ പ്രസന്റ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ്, അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും. പിന്നെ ഇതിനകത്ത് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മാത്രമുള്ള പ്രശ്നമല്ല. ബിക്കോസ് ദ വെപ്പൺ സപ്ലൈസ് ഹിയർ വി ആർ ടെസ്റ്റിംഗ് whatever America is given the efficiency, whatever Russia is given the efficiency, then that will also be checked. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത വെപ്പൺ ശരിക്കും എഫക്റ്റീവ് ആണോ, അത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു പോയിന്റിലൂടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി ബിലീവ്, ബിക്കോസ് ദിസ് വാസ് എക്സ്പെക്ടഡ് ആസ് വെൽ, ബിക്കോസ് നമ്മളത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. Because Russia, we can blindly trust a country, even if they are not that much capable to help India, why? Because they are already in a war with that Ukraine. But still, we can trust them. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ മോഹൻ പിള്ള. ശ്രീ മേജർ രവി, ഇപ്പോൾ കേന്ദ്ര